പഴുത്ത ചക്ക കൊണ്ട് ആവിയിൽ വേവിച്ച് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ചക്ക സീസണിൽ ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റിയ ഈ ഒരു പലഹാരം വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. വെറും 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ നല്ല പഴുത്ത ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ വരിക്ക ചക്കയാണ്. ഏകദേശം 12 ചുളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ചക്ക വേണമെങ്കിലും ഉപയോഗിക്കാം. അത് ഇതുപോലെ മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഉപയോഗിക്കാതെയാണ് ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ മിക്സറിൻ്റെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് മധുരത്തിന് പാകത്തിന് പഞ്ചസാരയാണ്. ഞാനിവിടെ 1/2 കപ്പ് അളവ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിച്ചും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്തതിന് ശേഷം ഹൈ സ്പീഡിൽ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. മിക്സറിൻ്റെ ജാറ് ചൂടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് 2 മിനിറ്റ് നേരം നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ഓയിലാണ്. 1/3 കപ്പ് ഓയിലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം ലോ സ്പീഡിൽ വെച്ചിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് അളവ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിലും ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബേക്കിംഗ് പൗഡറാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ സ്പീഡിൽ തന്നെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരുപാട് നേരം ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചക്കയുടെ പ്യൂരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പും കുറച്ച് കൂടുതലായിട്ടാണ് ആ ഒരു പ്യൂരി കിട്ടിയിരിക്കുന്നത്. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ലോ സ്പീഡിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരല്പം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത്ര കട്ടിയിലല്ല നമ്മളുടെ കൂട്ട് വേണ്ടത്. അപ്പോൾ കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ആദ്യം ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിൽ പാല് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് മാത്രം പാല് ചേർത്ത് കൊടുത്താൽ മതി. ആ ഒരു മൈദയിലുള്ള വ്യത്യാസമൊക്കെ അനുസരിച്ച് ചിലപ്പം പാലിൻ്റെ അളവിലും വ്യത്യാസം വരാം. അപ്പം ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിൽ പാല് ചേർത്ത് ആദ്യം ഒന്ന് ലോ സ്പീഡിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്നിട്ടും ഒരല്പം കട്ടിയായിട്ട് തോന്നിയത് കൊണ്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മിക്സിങ് ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് തന്നെ ചെയ്യണം. ആ ഒരു ലോ സ്പീഡ് എന്ന് പറയുന്നത് ലോ സ്പീഡിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഓവറായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പലഹാരം ഡെൻസ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. അതിനനുസരിച്ച് മാത്രം പാല് ചേർത്താൽ മതി. ഇനി ഇത് ഞാൻ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ ചെറിയ പാത്രത്തിലാണ്. അപ്പോൾ ആദ്യം ഞാനൊന്ന് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിൽ 1/4 ഭാഗത്തോളമായിട്ടാണ് കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഇത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ചക്കച്ചോള ഒന്ന് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. ഇതിങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റീമർ ഞാനിവിടെ നേരത്തെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ആ ഒരു സ്റ്റീമറിൻ്റെ മൂടി ഇതുപോലെ ഒരു തുണി ഉപയോഗിച്ച് കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം അതിൻ്റെ മുകളിലേക്ക് ഉറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് 15 മിനിറ്റ് നേരം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെക്കരുത്. 15 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ട് കുക്കായിട്ട് വന്നോളും. ഇനി ഇത് കുക്കായോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ സ്ക്യൂവറോ ഒന്ന് കുത്തി നോക്കുക. നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അഥവാ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് നേരം വെച്ചാൽ മതി. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറാൻ വേണ്ടിയിട്ട് പുറത്ത് വെക്കണം. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുക. കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് അടർത്തിയെടുത്തതിന് ശേഷം കയ്യിലേക്കൊന്ന് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഡീമോൾഡായിട്ട് വന്നോളും. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
വെറും 15 മിനിറ്റിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു ചക്കയുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് സ്റ്റീംഡ് കേക്കാണ്. അത് ചക്കയുടെ ആ ഒരു കൂട്ട് ഉപയോഗിച്ചാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ചക്ക സീസണിൽ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.